അതും ഒരു കഥ. എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത, ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു ഞെട്ടലോടുകൂടി ഓർക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ ബസ് ആക്സിഡൻറ്റ്, മാജിക് ബസ് ആക്സിഡൻറ്റ്. 2001 പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന സ്ഥലത്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ടീമുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ബസ്സുണ്ട്, ട്രക്കുണ്ട്, എല്ലാം വരികയാണ്. നല്ല ചാറ്റമഴ. അവിടെയാണല്ലോ കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. ചാറ്റമഴ അങ്ങനെ തിരിച്ചു ഞങ്ങൾ വന്നു. ഏകദേശം 2 മണിയോടുകൂടി, രാത്രി അത് വെളുപ്പിന് 2 മണിയോടുകൂടി ഞങ്ങൾ ഇടപ്പള്ളിയിൽ എത്തിച്ചേർന്നു. ഇടപ്പള്ളി ഇട്ട് ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല, എല്ലാവരും സുഖമായിട്ട് ഉറക്കം. ഓക്കെ, ഫ്രണ്ടിലിരിക്കുന്ന 2-3 പേര് മാത്രം ഉണർന്നിരിക്കുന്നു, ബാക്കി എല്ലാവരും സുഖമായിട്ടുള്ള ഉറക്കമാണ്. പെട്ടെന്നാണ് ബസ് ഭീകര ശബ്ദത്തോട് ഇടിക്കുകയും കൂട്ടം നിലവിളിയാണ്. ബസ്സിൽ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, എല്ലാവരും കൂട്ടം നിലവിളി. ഞാനും ബസ്സിലുണ്ടായിരുന്നു, എൻ്റെ വൈഫുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും ബസ്സിൽ നിന്ന്, ആ സീറ്റിൽ നിന്ന് തെറിച്ച് ഫ്രണ്ടിലെ സീറ്റിൽ ചെന്ന് അടിച്ച് താഴെ വീണു. എഴുന്നേറ്റ് നോക്കുമ്പം ബസ് മുഴുക്ക പുകയാണ്, എൻജിനിൽ നിന്ന് പുകയെല്ലാം വമിക്കുന്നു. ഒരുപക്ഷെ ഏത് സമയം ബസ് തീ കത്തുപോകുന്നൊരു പേടി. ഓടി ആരോ ചെന്നിട്ട് സൈഡ് ഡോർ തുറന്ന് നോക്കുന്നു, ജാമായിരിക്കുക, തുറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഡോർ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സ്ലൈഡ് ചെയ്തിട്ട് ആരോ മിടുക്കരായിട്ടുള്ള 1-2 പേര് ചാടി ഇറങ്ങി. എന്നിട്ട് വയ്യാത്ത ബാക്കിയുള്ളവരെ എല്ലാവരും അതിൽ നിന്ന് ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്ന് വിടുന്നു. ഈ സമയത്ത് ഫ്രണ്ടിൽ കൂട്ടക്കരച്ചിലാണ്. ഡാഷ്ബോർഡ് ഇടിച്ച് തകർന്ന് ഇങ്ങനെ ഇരിക്കുകയെന്നും അതിൽ ഡ്രൈവറും ഉണ്ട്, അതിലിരുന്ന ഫ്രണ്ടിലിരുന്ന ഒരാളും. അത് ജാമായിട്ട് ബോണറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അവരും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ ഇറങ്ങിപ്പോയവരെല്ലാം കൂടെ ചെന്നിട്ട് അവരെ രക്ഷിക്കാൻ നോക്കി. എന്താ, കയ്യിലൊരു ടൂൾസും ഇല്ല, ഒന്നുമില്ല. എങ്ങനെ? ഞങ്ങൾ നിലവിളിക്കുന്നു, എല്ലാവരും ചെയ്യുന്നു. പിന്നെ ആകെ കിട്ടിയൊരു ടൂൾ എന്ന് പറയുന്നത് ജാക്കിയാണ്. ജാക്കിയും ഏതോ ഒരു അലവാങ്കോ ഏതോ ഉണ്ട്, ഹാമറോ ഏതാണ്ടൊക്കെ ബാക്ക് ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കുറേയൊക്കെ അടിച്ച് പൊട്ടിച്ച് എന്തായാലും ഇതിലെ ഡ്രൈവറെയും മറ്റേ സൈഡിലിരുന്ന ആർട്ടിസ്റ്റിനെയും നമ്മൾ വെളിയിലെടുത്തു കഴിഞ്ഞപ്പോൾ ഈ ആർട്ടിസ്റ്റ് ഒരു ഡാൻസറാണ്, പേര് രതീഷ്. ഇപ്പോഴും അദ്ദേഹം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാലിൻ്റെ പത്തി വെച്ച് മുറിഞ്ഞ് തൊലിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. വിശ്വസിക്കുമോ? തൊലിയിൽ തൂങ്ങിക്കിടക്കുന്നു. നിലവിളിക്കുന്നു, കരയുന്നു, പകുതി അബോധാവസ്ഥയിലായി. എന്ത് ചെയ്യാനാ? എല്ലാവരും വെളിയിൽ അപ്പുറത്തോട്ട് മാറിയുന്ന വണ്ടിക്ക് കൈ കാണിക്കുന്ന മറ്റുള്ള വണ്ടിയെ സഹായിക്കാൻ വേണ്ടി. എന്നെ ഇന്ത്യ ഇസ് മൈ കൺട്രി, കേരളത്തിലല്ലേ, ഒരൊറ്റ വണ്ടി നിർത്തുന്നില്ല. അവർ വിട്ടു പോവുക. അവരുടെ കുഴപ്പമല്ല. ഇന്നത്തെ കാലത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു വണ്ടി നിർത്തിയവരെ നമ്മൾ കൊണ്ടുപോയി മരണമില്ലോ അതിനകത്ത് സംഭവിക്കുകയല്ലോ ചെയ്ത്, പിന്നെ പോലീസ് സ്റ്റേഷനിലെല്ലാം ഇവരും കയറി ഇറങ്ങി നടക്കണം. അങ്ങനെ രീതിയുണ്ടല്ലോ. അത് കാരണം എന്തിനീ വയ്യാവില്ല എന്ന് വെച്ചാൽ എല്ലാവരും വണ്ടി വിട്ടു പോവുക. നമുക്കത് പറ്റത്തില്ലല്ലോ. എങ്ങനെയെങ്കിലും രാത്രി വെളുപ്പിന് 2 മണിയാണെന്ന് ഓർക്കണം, വണ്ടി നിർത്തണമെന്ന രീതിയിൽ ഞാൻ ഈ രതീഷിനെ തോളയിലെടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് കയ്യിലൊരു ജാക്കി എടുത്തുകൊണ്ട് നേരെ ഹൈവേയിൽ നടുക്ക് പോയി നിന്നു. വരുന്നത് വരട്ടെ, ഇനി ഞാൻ വണ്ടി വരുന്ന ദൂരെ നിന്ന് വണ്ടി വരുന്നുണ്ട്, അത് നിർത്തിയില്ല അടിച്ച് പൊട്ടിക്കും എന്നും പറഞ്ഞ് ഞാൻ നിൽക്കുന്നത്. ടീമങ്ങളെല്ലാം റോഡിൽ ഇറങ്ങി നിൽപ്പുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു ലോറി, ഒരു പാണ്ടി ലോറി വന്ന് നിന്നു. അവരോട് ഞങ്ങൾ പറഞ്ഞു, ഇത് അടുത്ത ഹോസ്പിറ്റലാണ്, ഇല്ല കാണുന്ന ഹോസ്പിറ്റൽ, EMC ഹോസ്പിറ്റൽ, അവിടെ ഞങ്ങളെ കൊണ്ട് ഇറക്കണം, ഇല്ലെങ്കിൽ ഇയാൾ മരിച്ചു പോകും എന്ന് പറയും. ഇവിടെ പിന്നെ ഞാനും സ്ട്രോങ് ആയിട്ട് ഞങ്ങളെല്ലാം ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കുക. ഇവിടെ അവർ വണ്ടി നിർത്തി. നമ്മൾ രതീഷിനെയും മറ്റുള്ള ആക്സിഡൻറ്റ് പറ്റിയ വയ്യാത്തവരെല്ലാം അതിനകത്ത് കയറ്റി, ലോറിയിൽ കയറ്റി EMC ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു ചോദ്യം. അവിടെ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിലാണ് ചെന്നത്. അപ്പോൾ ഇവരെ അങ്ങോട്ട് സ്വീകരിച്ച് വീൽ ചെയറിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, ID പ്രൂഫ് മറ്റേയുള്ള, പിന്നെ ഇത് എക്സ്റേ എടുക്കണം, അതിന് ഇത്ര കാശ് വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും, എന്തോ കാശ് തരാൻ മനസ്സില്ല. ഈ സാഹചര്യത്തിലാണ് നിങ്ങൾ കാശ് ചോദിക്കുന്നത്. ID പ്രൂഫും ഇല്ല, കാശും ഇല്ല, നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ? എൻ്റെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഒന്നുമില്ല സാർ, ചെയ്തോളാം. നമ്മൾ പെട്ടെന്ന് കൊണ്ട് അവർ എക്സ്റേ എടുക്കുന്നു, അതെടുക്കുന്നു, ചുരുക്കി അതെല്ലാം ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് എയ്ഡ് കംപ്ലീറ്റ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും കൊടുത്തു. ബാക്കിയുള്ള ആൾക്കാരെല്ലാം
അവർ വേണ്ട രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തു കഴിഞ്ഞ് ആണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. രാവിലെ പോലീസ് സ്റ്റേഷനിൽ അവിടുന്ന് പോലീസുകാർ വന്ന് മഹസറൊക്കെ തയ്യാറാക്കുന്നതെല്ലാം എഴുതിയതിനു ശേഷം ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ അതിന് മുമ്പ് ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറുടെ അമിതവേഗത്തിലുള്ള വണ്ടി ഓടിക്കലാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് എന്ന് ആണ് എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അല്ലല്ലോ, ഇത് അമിതവേഗത്തിലല്ല, മഴ പെയ്ത് സ്കിഡ് ചെയ്തിട്ട് അങ്ങനെ പോയതാണ്. ഫ്രണ്ടിലെ പെട്ടെന്ന് വണ്ടി ഒരു ലോറിയിലാണ് പോയി ഇടിക്കുന്നത്. ആ ലോറി സഡനായിട്ട് നിർത്തിയ കാരണം നമ്മൾ വണ്ടി പിടിച്ചിട്ട് നിന്നില്ല, അങ്ങനെ ഇടിച്ചതാണ്. സാറേ അങ്ങനെയല്ല, ക്ലെയിമൊക്കെ വേണമെന്ന് പെട്ടെന്ന് സോൾവ് ആണെങ്കിൽ നമ്മളങ്ങ് കുറ്റം സമ്മതിച്ചേക്കുക, എന്തായാലും ക്ലെയിം കിട്ടും, അങ്ങനെ ചെയ്തുകൂടെ? ഞാൻ ചുറ്റുന്ന ആരോട് ചോദിക്കാനാണ്? അവിടെ അദ്ദേഹത്തെ വിശ്വസിച്ചു. ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരു റൈറ്ററായിരുന്നു, അദ്ദേഹത്തെ വിശ്വസിച്ച് ഞാനതെല്ലാം എഴുതി കൊടുത്തു. നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ സീരിയസ് ആയിട്ട് അപകടത്തിൽ കാല് നഷ്ടപ്പെട്ടവരോ കൈ നഷ്ടപ്പെട്ടവരോ ഒക്കെ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ളവരെ നേരെ കൊണ്ടുപോയത് എറണാകുളം നോർത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെന്നു, അവർ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ രതീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഡാൻസറെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മിക്കവാറും ഇത് സംശയമാണ് കാല്, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ കാലിൻ്റെ പത്തി ഉണ്ടല്ലോ നടന്നു പോകും, അത് രണ്ടായിട്ടങ്ങ് മുറിഞ്ഞ് മാറിയിരിക്കുകയാണ്, ഒരു തൊലിയിൽ ഉള്ള കണക്ഷൻ മാത്രമേ ഉള്ളൂ, ഇത് സാധ്യമല്ല, ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. എന്തായാലും ഞാൻ പറഞ്ഞു ഡോക്ടറെ അത് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം, എങ്ങനെയെങ്കിലും, കാരണം ഇതൊരു ഡാൻസറാണ്, എൻ്റെ ട്രൂപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് എന്താണെങ്കിലും അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കട്ടെ, വിൽ ട്രൈ അവർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അത് ചെയ്തു. പിന്നെ 2 ആഴ്ചകൾക്ക് ശേഷം ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, സാംരാജ് യു ആർ ലക്കി, ബിക്കോസ് രതീഷിൻ്റെ കാല് അത് ജോയിൻ്റ് ആയി കഴിഞ്ഞു, അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, 90% ഓക്കെ എന്ന് പറഞ്ഞു. പിന്നീട് ബാക്കി ആൾക്കാരെല്ലാം തിരിച്ചു വന്നു. ഈ ഒരു ആക്സിഡൻറ്റ് മൂലം ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ 2 മാസത്തെ ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയോ അല്ല മറ്റൊരു സമിതിക്ക് കൊടുക്കുകയോ ഞങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഏതായാലും ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് തോന്നും ഇൻഷുറൻസിൽ നിന്ന് കോമ്പൻസേഷൻ എല്ലാവർക്കും കിട്ടി. അതായത് ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ആൾക്കാർക്കെല്ലാം, എല്ലാ ടീമുകൾക്കും അവർക്കെല്ലാം കോമ്പൻസേഷൻ കിട്ടി. പക്ഷേ സമിതി ഓണർക്കോ അല്ലെങ്കിൽ സമിതിയുടെ വെഹിക്കിളിനോ ഒന്നും കിട്ടിയില്ല. കാരണം എന്താണെന്നറിയാമോ? ജോർജ് എന്ന് പറയുന്ന ആ റൈറ്റർ എഴുതി വെച്ച ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കൊന്നും കിട്ടാതെ പോയത്. അതെന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ എഴുതിയെന്നുള്ള ഇപ്പോഴും എനിക്കറിയില്ല. ഒരു പക്ഷേ ആ പാണ്ടി ലോറി വെളിയിൽ നിന്ന് വന്ന പാണ്ടിൽ അവർ ഇദ്ദേഹത്തെ സ്വാധീനിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെന്തായാലും എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്, അതും ഒരു കഥ.